കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമുക്ക് പിടിച്ചിരുത്തിയേക്കുന്ന ആരെന്നറിയാവോ? എൻ്റെ അച്ചായിയാണ് കേട്ടോ. അങ്ങനെയൊന്നും കിട്ടില്ല ഈ മുതലിനെ, പെട്ടെന്നൊന്നും വീഡിയോയിൽ വരില്ല കേട്ടോ. പക്ഷേ കപ്പയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ അച്ചയുണ്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ കപ്പയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എന്താ പറയുക, ചെണ്ടക്കപ്പയുടെ ഒക്കെ ആ ഒരു രീതിയിലാക്കിയെടുക്കാൻ അച്ചയാണ് എക്സ്പേർട്ട് ഇവിടെ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇടുക്കിക്കാരനാണല്ലോ, ഇടുക്കിയിലാണ് സ്വന്തം സ്ഥലം. അന്നേരം പിന്നെ ഇടുക്കിക്കാരുടെ പ്രത്യേകത പറയണ്ടല്ലോ, അവർക്ക് 3 നേരവും കപ്പ കിട്ടിയാൽ സന്തോഷമുള്ള ആൾക്കാരാണ്. അപ്പോൾ കപ്പ കണ്ടാൽ എൻ്റെ അച്ചയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ വൃത്തിയാക്കി തരികയാണ് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ്. അങ്ങനെ അച്ചായി അവിടെ ഇരുന്ന് കപ്പയൊക്കെ വൃത്തിയാക്കുമ്പോൾ എന്താണ്ട് നല്ല ഒന്നാന്തരം കറുത്തമ്മയും മക്കളും കൂടെ വന്ന് കൂടുന്നുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല മഴ പെയ്യാൻ പോവുകയാണേ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനിടയ്ക്ക് ഞാനൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് കണ്ടു നോക്കിക്കേ. നമ്മുടെ കപ്പ കട്ട് ചെയ്യുന്ന ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് കേട്ടോ. നല്ല രസമുണ്ടെന്ന് സ്ലോ മോഷന് കപ്പയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുന്ന കാണാനായിട്ടല്ലേ. ആഹാ, എന്ത് രസമാർ പോയി വീഴുന്നതെന്ന് കാണാൻ. നോക്കിക്കേ, ആഹാ കൊള്ളാം അല്ലേ. അങ്ങനെ എന്തായാലും സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചെണ്ടക്കപ്പ എന്നാണ് പറയുന്നത് ഇങ്ങനെ മുറിച്ചിടുന്നതിന് കേട്ടോ. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു, ഇത് അച്ചായി പറഞ്ഞു അതിന് ശേഷമാണ് എനിക്കിത് ചെണ്ടക്കപ്പ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ തണ്ടേ ഇങ്ങനെ മുറിച്ച് എടുക്കും. അപ്പോൾ പാവം കേട്ടോ, എല്ലാവരും കപ്പയെല്ലാം മുറിച്ച് വൃത്തിയാക്കി നേരത്തിന് അമ്മ താണ്ട കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചായി കപ്പയെല്ലാം മുറിച്ച് തന്നു, അമ്പലത്തിലേക്ക് പോകും. പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ കപ്പ നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. ഒരു 2-3 തിള വന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ നമ്മുടെ കപ്പ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാന്താരി ഇല്ല, കുഞ്ഞു പച്ചമുളകാണ്. ആ പച്ചമുളകും പുളിയും വെളിച്ചെണ്ണയും ഉള്ളിയും ഉപ്പും കൂടി ഇട്ട് നല്ല കാന്താരി ചമ്മന്തി പോലൊരു ചമ്മന്തി റെഡിയാക്കി. പക്ഷെ നല്ല രുചിയുള്ള ചമ്മന്തി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ ചെയ്യരുത്. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.